ഇന്ത്യൻ ഫാസിസത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മതവിമർശകരാണോ, നിങ്ങൾ ആൾദൈവ ഭക്തരാണോ, ഇതൊന്നും അവരുടെ അജണ്ടയിലെ പ്രധാനപ്പെട്ട പ്രശ്നമല്ല. അവരുടെ അജണ്ടയിലെ പ്രധാന പ്രശ്നം നിങ്ങൾ ജാതി മേൽക്കൊയ്മ വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാകുമോ, നിങ്ങളുടെ സ്വതന്ത്ര ചിന്ത, നിങ്ങളുടെ യുക്തിവാദം ജാതി മേൽക്കോയ്മ വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാകുമെങ്കിൽ, അത് കോർപ്പറേറ്റ് മേൽക്കോയ്മയ്ക്ക് വെല്ലുവിളിയാകുമെങ്കിൽ അവർ നിങ്ങളെ വെച്ച് ഉറപ്പിക്കില്ല. അതേസമയം അത് ജാതി മേൽക്കോയ്മയ്ക്ക് വെല്ലുവിളി അല്ലെങ്കിൽ, അത് കോർപ്പറേറ്റ് മൂലധനത്തിന് വെല്ലുവിളി അല്ലെങ്കിൽ, JP നദ്ദ പറഞ്ഞതുപോലെ നവനാസ്തികരെ അത് ചേർത്ത് പിടിക്കും. ഡയലോഗ് പീഡിയയിൽ നവനാസ്തിക പ്രസ്ഥാനങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തെയും അതിൻ്റെ അപകടകരമായ സൂചനകളെയും വിശകലനം ചെയ്യുന്ന ഒരു പങ്ക്തി ആരംഭിക്കുകയാണ്. അതിലാദ്യത്തെ ലക്കത്തിൽ KN ആണ് നമ്മളൊപ്പം ഉള്ളത്. KN ഈ വിഷയത്തിൽ വളരെ മുമ്പ് തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുകയും ഒരുപക്ഷെ ഇത്തരം ഒരു പ്രവണതയുടെ തുടക്കകാലത്ത് തന്നെ അതിൻ്റെ അപകടങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത ഒരാളാണ്. ആ അർത്ഥത്തിൽ ഈ ചർച്ച തുടങ്ങി വെക്കാൻ എന്തുകൊണ്ടും കേരളത്തിൽ ഇപ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ് KNൻ്റേത്. അതുകൊണ്ട് KNൻ്റെ ഈ ചർച്ചയിലൂടെ നമ്മൾ ഈ സംവാദത്തിന് തുടക്കം കുറിക്കുകയാണ്. മാഷേ, ഈ പ്രസ്ഥാനങ്ങളിൽ ഇത്ര വലിയ ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയാവുന്ന തരത്തിൽ കേരളം അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മാഷ് കരുതുന്നുണ്ട്? അല്ല, ഈ ചോദ്യത്തെ അപഗ്രഥിക്കുമ്പോൾ രണ്ട് രീതിയിലാണ് ഞാൻ അതിനോട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത് വ്യക്തിപരമായ പ്രത്യക്ഷമായ ഒരനുഭവം. രണ്ടാമത്തേത് എത്രയോ കാലമായിട്ട് കേരളീയ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാനാതരത്തിലുള്ള മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ വിശകലനം ചെയ്യാനുള്ള ശ്രമം. വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത് പേരാമ്പ്രയിൽ ഒരു സാംസ്കാരിക സംവാദ പരിപാടി DYFIയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നു. ആൾദൈവങ്ങൾക്കെതിരെയുള്ള ഒരു സാംസ്കാരിക അന്വേഷണമാണ്. അതിൽ അന്ന് മോഡറേറ്ററായിരുന്നത് DYFIയുടെ നേതാവ് ഹനീഫയായിരുന്നു. ഞാനൊരു പ്രഭാഷകനായിരുന്നു. അതോടൊപ്പം അന്ന് അത്രയൊന്നും അറിയപ്പെടാതിരുന്ന, അങ്ങനെ ഞാൻ പറയാൻ കാരണം രവിചന്ദ്രൻ എന്നുള്ള പേര് പോലും അവിടെ സ്വാഗതം പറഞ്ഞ ആൾക്കോ അധ്യക്ഷനോ അറിയില്ല എന്ന് മാത്രമല്ല, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നേതാവായ എന്നാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. പക്ഷേ അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നേതാവാണ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് വ്യക്തമാക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ആ രീതിയിൽ അന്ന് കേരളത്തിൽ അറിയപ്പെടാതിരുന്ന രവിചന്ദ്രൻ ഇന്ന് കേരളത്തിലെ നവനാസ്തിക പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വമായി മാറിയതിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ പ്രതിഭയും ഓർമ്മശക്തിയും പെട്ടെന്ന് പ്രതികരിക്കാനുള്ള കഴിവും എല്ലാം പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ അപാരമായ ഓർമ്മശക്തി ഉള്ളതുകൊണ്ടോ പെട്ടെന്ന് പ്രതികരിക്കാനുള്ള പ്രതിഭയുള്ളതുകൊണ്ടോ മാത്രം ഒരാളും ഒന്നിൻ്റെയും നേതൃത്വത്തിലേക്ക് പെട്ടെന്ന് ഉയർന്നു വരില്ല. അങ്ങനെ വരണമെങ്കിൽ ആ ഉയർച്ചയെ പിന്തുണയ്ക്കുന്ന, താങ്ങുന്ന നിരവധി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തിൻ്റെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ പിന്തുണ ഉണ്ടാവണം. അന്നത്തെ വിഷയം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആൾദൈവങ്ങളെക്കുറിച്ചായിരുന്നു. അന്ന് അധ്യക്ഷനും
അന്നത്തെ പ്രഭാഷകരിൽ ഒരാളായ ഞാനുമെല്ലാം സംസാരിച്ചത് ആൾദൈവങ്ങൾക്കെതിരായിരുന്നു. കാരണം അത് ആൾദൈവങ്ങളുടെ ആത്മീയ വ്യാപാരങ്ങൾക്കെതിരെയുള്ള ഒരു സാംസ്കാരിക പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചതാണ്. എന്നാൽ അവിടെ രവിചന്ദ്രൻ പ്രധാനമായിട്ടും അവതരിപ്പിച്ച ആശയം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഒരൊറ്റ വാക്യത്തിൽ സംഗ്രഹിച്ചാൽ ദൈവമാണ് ഏറ്റവും വലിയ ആൾദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രഭാഷണം തുടങ്ങുന്നത്. ആ കാര്യമാണ് അദ്ദേഹം വിശദമായിട്ട് പിന്നീട് അവതരിപ്പിക്കുന്നത്. അതിനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യവും ഏത് തരത്തിൽ ഏത് വിഷയവും അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഒരാൾക്കുണ്ട്. പക്ഷേ കേരളത്തിലെ ഒരു യുവജന സംഘടന ആൾദൈവങ്ങൾക്കെതിരെ നടത്തുന്ന, അതായത് വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും ദൈവവിശ്വാസികളും ദൈവവിമർശകരും ഭൗതികവാദികളും എല്ലാം അടങ്ങുന്ന ഒരു ജനസമൂഹത്തിൽ ആൾദൈവങ്ങൾ എങ്ങനെയാണ് വളരെ അപകടകരമായ രീതിയിൽ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാവർക്കുമെതിരെ ആൾദൈവങ്ങളുടെ ഇടപെടൽ എങ്ങനെയാണ് എന്ന അർത്ഥത്തിലാണല്ലോ DYFI ഇത്തരമൊരു സാംസ്കാരിക പരിപാടി സംഘടിപ്പിക്കുക. DYFI യുക്തിവാദി സംഘം അല്ലല്ലോ. പക്ഷേ DYFIയുടെ കാര്യപരിപാടിയെ അട്ടിമറിക്കുന്ന തരത്തിൽ ദൈവം തന്നെയാണ് ഏറ്റവും വലിയ ആൾദൈവം എന്ന് പറയുന്നതിലൂടെ സത്യത്തിൽ രവിചന്ദ്രൻ അങ്ങനെ ഉദ്ദേശിച്ചുവോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. പക്ഷെ അതിൻ്റെ പെട്ടെന്നുള്ള ഒരു ബലമെന്ന് പറയുന്നത് ആൾദൈവങ്ങൾക്കെതിരെയുള്ള വിപുലമായ ഒരു ജനകീയ കൂട്ടായ്മയിൽ വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും ഉൾപ്പെടെ ആൾദൈവങ്ങൾക്കെതിരെ യോജിച്ചു വരുന്നൊരു കൂട്ടായ്മയിൽ വലിയൊരു വിള്ളൽ അത് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആൾദൈവങ്ങൾക്കെതിരെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ഒന്നിപ്പിക്കുക എന്നൊരു മഹാദൗത്യമാണുള്ളത്. ആ ദൗത്യം സത്യത്തിൽ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയാണ്. ആ തുടർച്ച തകർക്കുക, അത് ബോധപൂർവമാണോ അല്ലയോ എന്ന് അന്ന് കൃത്യം മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നെങ്കിൽ പോലും അത് ഞാൻ മോഡറേറ്ററായിരുന്ന അനീഫയോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇന്നും ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. വലിയൊരു അപകടത്തിലേക്ക് നമ്മുടെ സമൂഹം മുന്നോട്ട് പോവുകയാണ്. രവിചന്ദ്രൻ്റെ പ്രഭാഷണമല്ല, ആ പ്രഭാഷണത്തിന് കിട്ടിയ പിന്തുണയാണ് നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം. അദ്ദേഹം അന്ന് ഈ വിധം സോഷ്യൽ മീഡിയയിലൂടെ കേരളത്തിന് മുഴുവൻ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ളവർക്ക് മുഴുവൻ പരിചിതനായി തീർന്ന ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ പേര് പോലും അവിടുത്തെ സ്വാഗത പ്രഭാഷണത്തിൽ തെറ്റിച്ചപ്പോൾ അത് തിരുത്തി കൊടുത്തത് ഞാനാണ്. അദ്ദേഹത്തെ ശാസ്ത്രാഹിത്യ പരിഷത്തിൻ്റെ നേതാവ് എന്ന് വിവരിച്ചപ്പോൾ അത് തിരുത്തിയത് അദ്ദേഹം തന്നെയാണ്. ഒട്ടും അദ്ദേഹം ആ പ്രദേശത്തോ കേരളത്തിലോ പരിചിതമല്ലാത്ത കാലത്ത് നടത്തിയ ആ ഇടപെടലിൽ വരാനിരിക്കുന്ന ഒരു അപകടമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ ലളിതമായ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. അത് കേരള നവോത്ഥാനം മുന്നോട്ട് വച്ച സ്വതന്ത്ര ചിന്തയുമായി ബന്ധപ്പെട്ട വലിയൊരു ആശയലോകമുണ്ട്. നമുക്കറിയാം, അതുമായിട്ട് പ്രത്യക്ഷ ബന്ധമില്ലെങ്കിലും കേസരി ബാലകൃഷ്ണപിള്ള, അതുമായി പ്രത്യക്ഷ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, അതോടൊപ്പം തന്നെ സഹോദരൻ അയ്യപ്പൻ, അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ തന്നെ നേതൃത്വത്തെ അംഗീകരിക്കുകയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യുന്ന, എന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മീയതയോട് പൊരുത്തപ്പെടാത്ത വ്യത്യസ്തമായ ചിന്തകൾ വികസിപ്പിച്ച, ഏതർത്ഥത്തിലും മലയാളത്തിലെ സ്വതന്ത്ര ചിന്തകളെന്ന് വിളിക്കാവുന്ന കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെയും സഹോദരൻ അയ്യപ്പൻ്റെയും ഒക്കെ വലിയൊരു പാരമ്പര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് രണ്ടാമത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭക്തി പ്രസ്ഥാനം മുതൽ നവോത്ഥാന പ്രസ്ഥാനം മുതൽ പിന്നീട് നമുക്ക് കാണാവുന്ന പുരോഗമന സാഹിത്യ പ്രസ്ഥാനം മുതൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം മുതൽ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വന്ന കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം, അതെല്ലാം നടത്തിയ പലതരത്തിലുള്ള ആശയപ്രചാരണങ്ങളുണ്ട്. ഈ ഓരോ സംഘടനകളും തമ്മിൽ ചില കാര്യങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴും സാംസ്കാരിക രംഗത്ത് ഒരു ഐക്യമുന്നണി എന്ന രീതിയിൽ ഈ സംഘടനകൾക്കിടയിൽ ആശയവിനിമയം നടന്നിട്ടുണ്ട്. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ഇതിനെയൊക്കെ കീഴ്മേൽ മറിച്ചുകൊണ്ട്
നവോത്ഥാന കാഴ്ചപ്പാടിനെയും അതോടൊപ്പം തന്നെ നവോത്ഥാന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് നവനാസ്തിക പ്രസ്ഥാനം എന്ന രീതിയിൽ ഒരു പുതിയ പ്രസ്ഥാനം രൂപം കൊള്ളുന്നതാണ്. ഒരു കാര്യം ശരിയാണ്, പഴയ യുക്തിവാദി പ്രസ്ഥാനത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ ജബ്ബാർ മാഷെ പോലുള്ള കുറേ പേർ ഈ പുതിയ നവനാസ്തിക പ്രസ്ഥാനത്തിലേക്ക് ഒരു ഘട്ടത്തിൽ ആവേശത്തോടെ വരികയുണ്ടായി. പിന്നീട് അവർ അവരുടേതായ ചില ആശയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യത്തിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയുണ്ടായി. വിട്ടുനിന്നത് സംഘടനാപരം മാത്രമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആശയരംഗത്ത് അവരുടെ വിട്ടുനിൽക്കൽ ഒരു വിച്ഛേദം എന്ന അർത്ഥത്തിൽ വിളിക്കാവുന്ന വിധം സൂക്ഷ്മമായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി മൂന്നാമതായി പറയാൻ ശ്രമിക്കുന്നത് ലോക പശ്ചാത്തലം. അത് ഇതിൽ നിർണായകമാണ്. അതായത് സോവിയറ്റ് യൂണിയൻ്റെയൊക്കെ പതനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകത്താകെ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ വിരുദ്ധമായ ഒരുതരം ഗ്രാൻഡ് നെഗറ്റീവ് മഹാഖ്യാനം രൂപപ്പെട്ടു വന്നു. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇന്ത്യയിലാകമാനം കേരളത്തിലും 90-കൾക്ക് ശേഷം രൂപപ്പെട്ടു വന്ന അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട നിയോ ലിബറൽ നവലിബറൽ കാഴ്ചപ്പാടുകൾ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജാതി മേൽക്കോയ്മയിൽ അധിഷ്ഠിതമായ ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇതിൻ്റെ എല്ലാം ഒരു സംയുക്തം എന്ന അർത്ഥത്തിൽ, ഒരു ബൃഹത് സംയുക്തം, ആ അർത്ഥത്തിലാണ് നവനാസ്തിക പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നത്. എറിക് ഫ്രോമിനെ പോലുള്ള നിയോ ഫ്രോയിഡിയന്മാർ തോറ എന്ന പ്രസിദ്ധമായ മതഗ്രന്ഥം വായിച്ചുകൊണ്ട് അതിൻ്റെ വിപുലമായുള്ള വിശകലനങ്ങളും വിശദീകരണങ്ങളും നടത്തുന്നുണ്ട്. അത് ഭൗതികവാദപരമാണ്. അതേസമയം തന്നെ അതിലൊരു സംവാദ സാധ്യത ഭൗതികവാദം സ്വീകരിക്കാത്തവരുമായും ഉൾക്കൊള്ളുന്ന തരത്തിലാണ്. അതോടൊപ്പം തന്നെ ടെറി ഈഗിൾട്ടൺ ഫെയ്ത്ത്, റീസൺ ആൻഡ് റവല്യൂഷൻ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ബൈബിൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഭൗതികവാദത്തിൻ്റേതായ ഒരു കാഴ്ചപ്പാട് വികസിപ്പിക്കുന്നുണ്ട്. അതും നവനാസ്തിക പ്രസ്ഥാനങ്ങളെയും അതിൻ്റെ സൈദ്ധാന്തികരെയും വിമർശിക്കുന്ന തരത്തിലാണ്. ഇനി മതപക്ഷത്തു നിന്നും മതേതര പക്ഷത്തു നിന്നും, ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ അസ്കർ അലി എഞ്ചിനീയറെ പോലുള്ളവർ, അവർ പ്രാക്ടീസിങ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. പക്ഷേ മതത്തിൻ്റെ അകത്തെ വിമോചന ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളൊക്കെ അവർ അവതരിപ്പിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ രീതിയിൽ സംവാദത്തിൻ്റെ ഒരന്തരീക്ഷത്തെ മരവിപ്പിക്കുന്ന തരത്തിലാണ് തർക്കത്തിൻ്റെ. ശ്രീനാരായണൂർ പറയുന്ന ഏറ്റവും പ്രസിദ്ധമായ പഴയൊരു കാര്യം വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ്. എന്നാൽ ജാതി മേൽക്കോയ്മ അതിന് മുമ്പേ മുന്നോട്ട് വെച്ചത് ശങ്കരാചാര്യരിലൊക്കെ നമ്മൾ കണ്ട തർക്കിക്കുക, തകർക്കുക, തോൽപ്പിക്കുക, അതിൽ അഭിരമിക്കുക. ജാതി മേൽക്കോയ്മയുടെ തർക്കിക്കുക, തോൽപ്പിക്കുക, തകർക്കുക എന്ന അതിൽ അഭിരമിക്കുക എന്നതിലാണ്. അതല്ലാതെ നവോത്ഥാനം മുന്നോട്ട് വെച്ച അറിയാനും മനസ്സിലാക്കാനുമാണ് എന്ന, വാദിക്കാനും ജയിക്കാനുമല്ല എന്ന ആശയത്തിലല്ല, സംവാദത്തിൻ്റെ മുദ്രാവാക്യമല്ല നമ്മൾ കാണുന്നത്. ഒരു വാചകം കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് ഈ ഭാഗം അവസാനിപ്പിക്കാം. ഇത് കാണാൻ, കേൾക്കാൻ, ഇതൊരു കാർണിവലാണ്, ഇതൊരു ഫെസ്റ്റിവലാണ്. ഇത് കോഴിപ്പോര്, അതുപോലെ തന്നെ കാളപൂട്ട് മത്സരം, ഇതുപോലെയൊക്കെയുള്ള ഒരു ഇനമാണ്. മുമ്പ് മതയാഥാസ്ഥിതികൾ ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടൽ നടത്തിയിരുന്നു. ഒരാഴ്ച സുന്നി മുജാഹിദ് തർക്കം സ്വാഗത പ്രസംഗത്തിൽ തുടങ്ങും, പക്ഷേ നന്ദി പ്രകടനത്തിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല. അത് പഴയ കാലമായതുകൊണ്ടാണ്. ഇപ്പോൾ സ്വാഗത പ്രസംഗം തുടങ്ങി നന്ദി പ്രകടനത്തിൽ തന്നെ അവസാനിപ്പിക്കാം. അതിൻ്റെ ഒരു പാരഡിയാണ് സത്യത്തിൽ. മതയാഥാസ്ഥികത്വം നടത്തിയ ഉപരിപ്ലവമായ തർക്കങ്ങളുടെ പഴയൊരു പാരഡിയായിട്ടാണ് സത്യത്തിൽ ഇപ്പോൾ നവനാസ്തിക വാദമുഖങ്ങളൊക്കെ കാണുന്നത്. ഇതിൻ്റെ കൃത്യമായിട്ടൊരു വിശകലനം നിർവഹിക്കുകയാണെങ്കിൽ അത് വളരെ വിശദമായിട്ട് നിർവഹിക്കാം, ഒറ്റ വാചകത്തിൽ നിർവഹിക്കാം. ഒറ്റ വാചകത്തിൽ നിർവഹിച്ചുകൊണ്ട് ഞാനിത് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് JP നദ്ദ
സംഘപരിവാറിൻ്റെ അഖിലേന്ത്യാ നേതാവാണ്. അദ്ദേഹം കേരളത്തിൽ വന്നപ്പം പറഞ്ഞത് നാം നവനാസ്തികരെ ചേർത്ത് പിടിക്കണം എന്നാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ നവഫാസത്തിൻ്റെ ഒരു സഖ്യകക്ഷിയായിട്ട് നവഫാസിസ്റ്റുകൾ ആവശ്യപ്പെട്ടോ എന്നറിഞ്ഞുകൂടാ, ആവശ്യപ്പെട്ടിട്ട് സ്വീകരിക്കുന്നതിനേക്കാൾ ഏറ്റവും അപകടകരമാണ് ആവശ്യപ്പെടാതെ സ്വീകരിക്കൽ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എന്നാൽ ഈ ഒരൊറ്റ വാചകത്തിൽ അപഗ്രഥിക്കുമ്പോൾ അതിൻ്റേതായുള്ള ചില പരിമിതികളുണ്ടാവും. അത് വിശദമായ അന്വേഷണത്തിൻ്റെ ഒരു വിഷയമാണ് എന്ന് മാത്രമാണ് അതേക്കുറിച്ച് തൽക്കാലം ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, ഇപ്പോൾ നവോത്ഥാന കാലത്തെ അതിനെ സജീവമാക്കുന്നതിൽ യുക്തി ചിന്തകൾക്ക് വലിയ പങ്കുണ്ട്. അതിൽ വേറിട്ട് നിന്നൊരാൾ അയ്യപ്പനാണ്. അയ്യപ്പൻ്റെ ജാതി വിരുദ്ധ സമരങ്ങൾ, ഈ അന്ധവിശ്വാസം അനാചാരങ്ങളടക്കമുള്ള കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് യുക്തിവാദ മൂവ്മെൻറ്റ് നടന്നിരുന്ന കാലത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി ജാതിയെ ഒരു വലിയ പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിച്ച, അതിനെ പ്രശ്നവൽക്കരിച്ച ഒരാളാണ് അയ്യപ്പൻ. ഈ രവിചന്ദ്രൻ അടക്കമുള്ള ആളുകൾ അയ്യപ്പൻ എന്ന് പറയുന്നത് ജാതിവാദിയാണ് എന്നാണ് പറയുന്നത്. അതായത് ഇവരുടെ ഒരു നരേഷനിൽ കീഴാള ജാതി വിഭാഗത്തിലെ മനുഷ്യർ അവരുടെ കീഴാളത്വത്തിനെതിരെ അല്ലെങ്കിൽ അവരുടെ ചരിത്രപരമായി അനുഭവിച്ചു പോകുന്ന ഈ അടിമവൽക്കരണത്തിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ അത് ജാതി പറയലായും, എന്നാൽ സവർണ വിഭാഗങ്ങളുടെ വ്യാഖ്യാനത്തെ അതൊരു പൊതു വ്യാഖ്യാനം എന്ന നിലയിലേക്ക്, അത് വളർച്ച ഉള്ള ഒരു സമൂഹത്തിൻ്റെ പൊതുബോധമായിട്ടും വ്യാഖ്യാനിക്കുന്നൊരു പ്രവണതയുണ്ട്. യഥാർത്ഥത്തിൽ ഈ നാസ്തികരടക്കം ഉള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു പരിമിതി ഈ നിലനിൽക്കുന്ന എച്ചിമോണിക്കലായിട്ടുള്ള ആശയങ്ങളെ അതിനെ പിൻപറ്റിക്കൊണ്ട് ചിന്ത രൂപപ്പെടുത്തുകയും അങ്ങനെ അതിന് എജിമോണിയെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഉള്ള ആശയങ്ങൾ രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ എജിമണിയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള സംഘപരിവാറിൻ്റെ ഒരു എന്താണ് പറയുക ആലയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസം. അങ്ങനെയാണ് ഞാൻ ഈ വിഷയത്തെ സമീപിക്കുന്നത്. അല്ല, ഇത് വളരെ കൃത്യമാണ്. കാരണം സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വച്ചത് മതം വേണ്ട, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. അത് ഗുരു പറഞ്ഞ ഒരാശയത്തിൻ്റെ ഭൗതികവാദ രീതിയിലുള്ള വിപുലീകരണമാണ്. ഗുരു പറഞ്ഞത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അതിനെ ഭൗതികവാദ രീതിയിൽ വിപുലീകരിക്കുകയാണ് സഹോദരൻ അയ്യപ്പൻ ചെയ്തത്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട. കൃത്യമായി പറഞ്ഞാൽ ജാതി മേൽക്കോയ്മയുടെ ഏറ്റവും വലിയ വിമർശകരിലൊരാളാണ് ശ്രീനാരായണ ഗുരുവിനെന്ന പോലെ സഹോദരൻ അയ്യപ്പനും. നവനാസ്തിക പ്രസ്ഥാനത്തിൻ്റെ മൗലികമായ പരിമിതി എന്ന് പറയുന്നത് അതിൻ്റെ മുഴുവൻ വിമർശനവും യാന്ത്രികമായ രീതിയിൽ മതത്തിനെതിരാണ്. അതേസമയം ജാതി മേൽക്കോയ്മയ്ക്കെതിരെയുള്ള വിമർശനത്തിൽ നിന്ന് അത് തന്ത്രപൂർവ്വം മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ജാതി മേൽക്കോയ്മ രാഷ്ട്രീയത്തിന്, നവഫാസത്തിന് നവനാസ്തികർ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കുന്നത്. സഹോദരയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം റാണി സന്ദേശം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, മുന്നടപ്പ് നോക്കേണ്ട, ബുക്ക് നോക്കേണ്ട, ധർമ്മം താൻ എപ്പോഴും ധർമ്മം താൻ. ധർമ്മമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. അതാവട്ടെ മഹാത്മാബുദ്ധൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരു തുടർച്ചയുമാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് വളരെ ചുരുക്കി പറഞ്ഞാൽ സഹോദരൻ അയ്യപ്പനെ എഴുതി തള്ളുക വഴി നവനാസ്തികർ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തെ, ശ്രീനാരായണ ഗുരുവിനെ അടക്കം അവർ, അതോടൊപ്പം തന്നെ നമ്മുടെ
സ്വതന്ത്ര ചിന്തയടക്കം. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണ്, പക്ഷെ അദ്ദേഹം യുക്തിചിന്തകനാണ്. അവരെയൊക്കെ എഴുതി തള്ളുകയും അതിന് പകരമായിട്ട് വളരെ യാന്ത്രികമായ, അതായത് ഇടതുപക്ഷ വിരുദ്ധ, മതനിരപേക്ഷ വിരുദ്ധ, ജാതി മേൽക്കോയ്മയ്ക്ക് അനുകൂലമായ ഒരാശയലോകം അവർ ഇവിടെ തുറന്നു വെക്കുകയാണ് ചെയ്തത്. ഇതുണ്ടാക്കുന്ന അപകടം നമുക്കെല്ലാം അറിയാവുന്ന പോലെ നേരത്തെ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനങ്ങൾക്കൊക്കെ വളരെ കുറച്ച് പേർ മാത്രമാണ് പങ്കെടുത്തിരുന്നെങ്കിൽ വളരെ വലിയൊരു സദസ്സിനെ ഇന്ന് അവർക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് അനുദിനം പാപ്പരായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഒരു തെളിവാണ്. അതിൽ ജനായത്തവാദികൾക്ക്, മതനിരപേക്ഷവാദികൾക്ക് എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒറ്റ വാചകത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് വളരെ വിശദമായി പറയേണ്ടതാണ്, പക്ഷെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അന്വേഷണാത്മകമായ, സംവാദാത്മകമായ, സൂക്ഷ്മവും സങ്കീർണവുമായ കാര്യങ്ങളോട് ഇടപെടുന്നതിൽ, സംവദിക്കുന്നതിൽ ദയനീയമാം വിധം അസമർത്ഥരാകുന്ന ഒരു വലിയ തലമുറ, ഒരു വലിയ ആൾക്കൂട്ടം ഇവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. അവർ തങ്ങൾക്ക് വേണ്ടി മറ്റാരെങ്കിലും ചിന്തിക്കുന്നതിനെ, തങ്ങൾ വെച്ച് പുലർത്തുന്ന ഉപരിപ്ലവമായ ആശയങ്ങൾ വളരെ വൈകാരികമായ ഒരു രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നതിനെ വലിയ ആഘോഷത്തോടെ അവരുടെ ഒരു ഒഴിവു സമയ സാംസ്കാരിക വിനോദമായി ഇത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ മാറുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ പ്രായോഗികമായി ഏത് തരത്തിലുള്ള സ്വതന്ത്ര ചിന്തയുടെ ആവിഷ്കാരമാണ് നിർവഹിക്കുന്നത് എന്നുകൂടി പരിശോധിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം കൃത്യമാവും. ഞാൻ സൂചിപ്പിക്കുന്നത് നവോത്ഥാന കാലത്ത് ആശയങ്ങളുടെ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു ഇടപെടൽ നടക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ഈ ആശയം ജനസമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടായി. അതാണ് മിശ്രവിവാഹം, അതാണ് ജാതി മതരഹിതമായ ജീവിതം. ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും ജാതി മതരഹിതമായ ഒരു ബദൽ ജീവിതം അടിയിൽ നിന്ന് കല്ല് വെച്ച് മുകളിലോട്ട് കെട്ടിപ്പടുക്കുന്ന രീതിയിൽ ക്ലേശകരമായ പ്രവർത്തനത്തിലൂടെ അതിൻ്റെ പേരിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവർ, പുറത്താക്കപ്പെട്ടവർ ഉൾപ്പെടെ സാമ്പത്തികമായി വലിയ നഷ്ടങ്ങൾ സഹിച്ചവർ, അങ്ങനെ വലിയൊരു വിഭാഗമുണ്ട്. എന്നാൽ നവനാസ്തികരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വലിയ ആഡംബരപൂർവമായി നടത്തുന്ന വലിയ സമ്മേളനങ്ങൾ, അതിൻ്റെ പരസ്യം, കട്ടൗട്ട്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു പൊലിമ ഉണ്ടാക്കിയെടുക്കാനല്ലാതെ ഒരു ബദൽ പ്രവർത്തനം ഉണ്ടായിത്തീരുന്നില്ല എന്ന് കാണാൻ പറ്റും. ഇതിൽ ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഇപ്പോൾ കേരളീയ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ മനസ്സുകളെന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ ഒരു യാന്ത്രിക യുക്തിവാദത്തിൻ്റെ ഒരു തലം അവശേഷിക്കുന്നുണ്ട് എല്ലാ വിഷയങ്ങളെയും സമീപിക്കുന്നതിന്. അതിലിപ്പോൾ ബഹുസ്വരതയെക്കുറിച്ച് നമ്മൾ പറയുകയും എന്നാൽ നമ്മുടെ ജീവിത വീക്ഷണം നേരെ വിരുദ്ധമായി തീരുന്ന ഒരു പ്രവണത, നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ ചിന്താധാരകളോടും അതുപോലെ തന്നെ വേഷവിധാനങ്ങളോടുമൊക്കെ വളരെ പുച്ഛത്തോടു കൂടി എടുക്കുന്ന ചില സമീപനങ്ങൾ, ഇതിലൊക്കെ യുക്തിവാദത്തിൻ്റെ ഒരംശം കടന്നു വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ പ്രധാനമായും ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, കേരളത്തിലെ യുക്തിവാദ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ അതിൻ്റെ സാംസ്കാരിക മേൽക്കോയ്മയിലെ എന്താ പറയുക, അതിലെ രാഷ്ട്രീയ യുക്തിരാഹിത്യത്തെ അല്ലെങ്കിൽ സാംസ്കാരിക യുക്തിരാഹിത്യത്തെ ചോദ്യം ചെയ്യുന്നതിന് പകരം കീഴാള ജീവിതത്തിലെ അമ്പലങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് കിടന്ന ചില കോഴിയുടെ ബലി കൊടുക്കുന്നത് ഇത്യാദി നിലയിൽ നടന്ന ചില പ്രവർത്തനങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇതിനെ മറികടക്കാൻ ഒരുപക്ഷെ ഉതകുമായിരുന്നത് അയ്യപ്പൻ്റെ ചില ചിന്താധാരകളാണ്. മനുസ്മൃതിക്കെതിരെയൊക്കെയുള്ള അയ്യപ്പൻ്റെ പ്രയോഗങ്ങൾ. പക്ഷേ അയ്യപ്പൻ്റെ ചിന്താധാരയ്ക്ക് തുടർച്ച ഉണ്ടാകുന്നതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങളിൽ അത് പൊതു സംസ്കാരത്തിൻ്റെ ഉള്ളടക്കത്തെ നിർണ്ണയിക്കാത്ത
പ്രാദേശികമായ ചില വിഷയങ്ങളിലേക്ക് മാത്രം അവരുടെ പ്രവർത്തനം ചുരുങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് ഒരു സംശയം എനിക്കുണ്ട്. അതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഈ ജാതി എന്ന് പറയുന്ന ഒരു വിഷയത്തെ പ്രശ്നവൽക്കരിക്കുന്നതിൽ കേരളത്തിലെ യുക്തിവാദി സംഘത്തിന്, പഴയ യുക്തിവാദി സംഘത്തിന് തന്നെ പരാജയപ്പെടേണ്ടി വന്നത്. ഇപ്പോൾ രവിചന്ദ്രൻ അടക്കമുള്ള ആളുകൾ സംവരണ മണ്ഡലത്തിൽ മത്സരിച്ച അയ്യപ്പനെതിരെ, ഈ ജാതിവാദി എന്ന് പറയാൻ സംവരണ മണ്ഡലത്തിൽ അയ്യപ്പൻ മത്സരിച്ചു എന്നുള്ളതാണ്. ഇത് അയ്യപ്പനോടെതിരെ ഒരു ചിന്ത എന്നതിനുപരിയായിട്ട് സംവരണത്തോടുള്ള ഇവരുടെ ഒരു സമീപനം ഒട്ടും ചരിത്രവൽക്കരിക്കാതെ ഈ കാര്യങ്ങളെ കാണുന്ന ഈ കേവല യുക്തികൾ മലയാളി പൊതുവിൽ പങ്കുവെക്കുന്നതല്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. ബഹുസ്വരതയുടെ ഏറ്റവും ഗംഭീരമായ മാതൃക സത്യത്തിൽ ശ്രീനാരായണ ഗുരുവാണ്. എന്നാൽ പിന്നീട് ജനായത്ത പ്രസ്ഥാനങ്ങൾക്കും മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഒരു വലിയ പരിധിവരെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പോലും ഈ ബഹുസ്വരതയുടെ ഗുരു മാതൃക പിന്തുടരാൻ കഴിഞ്ഞില്ല. അത് ഗുരുതരമായ വീഴ്ചയാണ്. രണ്ടാമത്തേത്, സഹോദരയ്യപ്പൻ ഉൾപ്പെടെ വികസിപ്പിക്കാൻ ശ്രമിച്ച സംവാദാത്മകമായ ഭൗതികവാദത്തിൻ്റെ മാനവികമായ ഒരു ലോകവീക്ഷണം ഉൾക്കൊള്ളാൻ പിൽക്കാലത്ത് വന്ന പലർക്കും കഴിഞ്ഞില്ല. എന്നാൽ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയായിട്ട് വന്ന യുക്തിവാദി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെയുള്ള വലിയൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. വിശ്വാസികളെ അടക്കം അന്ധവിശ്വാസങ്ങൾക്കെതിരെ അണിചേർക്കേണ്ടതുണ്ട് എന്ന നിലപാടിലേക്ക് അത് കടന്നു വന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അതിൻ്റെ ഇടപെടൽ വളരെ സ്വാഗതാർഹമാണ്. എന്നാൽ നേരത്തെ ഗുലാബ് ചൂണ്ടിക്കാണിച്ച സംവരണം മാത്രമല്ല, ജാതി മേൽക്കോയ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അതിൻ്റെ സൂക്ഷ്മതയിൽ മനസ്സിലാക്കുന്നതിൽ വളരെ ഗൗരവമായ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ വിശദമായി ആലോചന നടത്തേണ്ടതും പല അളവിൽ പലരും ആലോചന നടത്തി കഴിഞ്ഞതുമാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റ വാചകത്തിൽ ഞാൻ ഇത് സംക്ഷേപിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരാൾ മതം വിട്ട് കഴിഞ്ഞാൽ അയാൾ മതം വിട്ടതാണ്. അതിൻ്റെ കാരണം അയാൾ മതം വിടുക മാത്രമല്ല ചെയ്യുന്നത്, അയാൾ മതം വിടുമ്പോൾ മതം അയാളെയും വിടും. മാത്രമല്ല, അയാൾ വിടുന്നതിനേക്കാൾ വേഗത്തിൽ മതം അയാളെ വിടുകയും അയാൾ പുറത്തു നിന്നതിനേക്കാൾ കൂടുതൽ മതം അയാളെ ഉന്തി പുറത്താക്കുകയും ചെയ്യും. എന്നാൽ ഒരാൾ ജാതിയിൽ നിന്ന് പുറത്തു കടന്നാൽ ജാതി അയാളെ വിടില്ല. അയാൾ എത്ര പുറത്തു കടക്കാൻ നോക്കുന്നുവോ അത്ര കണ്ട് ജാതി അയാളെ ചേർത്ത് പിടിക്കാൻ നോക്കും. മതത്തിൻ്റെയും ജാതിയുടെയും പ്രവർത്തന പദ്ധതികൾ തമ്മിലുള്ള മൗലികമായ വ്യത്യാസം തിരിച്ചറിയുന്നതിൽ തന്നെ ദയനീയമായി തോറ്റുപോയ ഒരു സമൂഹമാണ് മലയാളി സമൂഹം. അതുകൊണ്ടാണ് നമ്മുടെ ഭാഷയിൽ ഒരഴകുഴമ്പൻ പ്രയോഗമായിട്ട് മതജാതി എന്നുള്ള പ്രയോഗം. മതം വേറെയാണ്, അതിൻ്റെ വ്യാകരണം വേറെയാണ്. ജാതി വേറെയാണ്, അതിൻ്റെ വ്യാകരണം വേറെയാണ്. നിങ്ങൾക്ക് മതവുമായിട്ട് മൽപ്പിടുത്തം നടത്തി പുറത്തു പോകാൻ കഴിയും, നിങ്ങൾക്ക് ജാതിയായിട്ട് മൽപ്പിടുത്തം നടത്തി പുറത്തു പോകാൻ കഴിയില്ല. പുറത്തു പോയാലും അത് നിങ്ങളെ വിടാതെ പിന്തുടരും. ഈ ഒരു മൗലിക വസ്തുതയാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. എന്നാൽ ഗുരുവിൻ്റെ ചിന്താലോകം കുഴിച്ചു നോക്കിയാൽ ജാതി ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊരു വാക്യം കണ്ടെത്താൻ പറ്റില്ല. ഈ മൗലിക സത്യം മനസ്സിലാക്കുന്നതിൽ നവയാഥാസ്ഥിതികർ ദയനീയമായി തോറ്റിരിക്കുന്നു എന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. കേരളത്തിലെ ഈ ജാതി പ്രസ്ഥാനത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നതോടൊപ്പം തന്നെ അതിൽ മേൽക്കോയ്മ ആശയങ്ങളുടെ അല്ലെങ്കിൽ മേൽക്കോയ്മ സാംസ്കാരികതയുടെ ഒരു അനുബന്ധമായി നവനാസ്തികത മാറുന്നു എന്ന് പറയുമ്പോൾ തന്നെ ലോകത്താകെ തന്നെ നാസ്തികതയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ സമാനമായ അനുഭവമാണുള്ളത്. ഇപ്പോൾ നാസ്തികതയുടെ ആചാര്യൻ എന്ന് പറയുന്ന സ്പെൻസറെ പോലുള്ള ആളുകൾ നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ കുറിച്ചൊക്കെ പറയുന്നത് അവർ വളർച്ച പ്രാപിക്കാത്ത, പരിണാമ പ്രക്രിയയിൽ വളർച്ച പ്രാപിക്കാത്ത ഹോമോസാപ്പിയൻസ് ആണ് എന്നുള്ളതാണ്. അതായത് വെള്ളക്കാരല്ലാത്ത മനുഷ്യരൊക്കെ തന്നെ പൂർണ്ണവൽക്കരിക്കാത്ത, മനുഷ്യരായി വികസിക്കാത്ത ഹോമോസാപ്പിയൻസിൻ്റെ വിഭാഗമായിട്ടാണ് ഇവർ കാണുന്നത്. ഈ
സ്പെൻസറുടെ ഒക്കെ ആശയങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിച്ച ആളാണ് സവർക്കർ. സവർക്കർ ലണ്ടനിലെ ഇന്ത്യൻ ഹൗസ് എന്ന് പറയുന്ന കൾച്ചറൽ കൂട്ടായ്മയുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്ന കാലത്ത് സ്പെൻസറുടെ ആശയങ്ങളുടെ ഒരു പ്രചാരകനായിരുന്നു. അതുപോലെ തന്നെ ശ്യാംജിത്ത് വർമ്മ എന്ന് പറയുന്ന ഒരാളന്ന് അവിടെ ഉണ്ടായിരുന്നു. ഈ ശ്യാംജിത്ത് വർമ്മ അടക്കമുള്ള ഈ അന്നത്തെ നാസ്തിക ആചാര്യന്മാർ അവർ ഇന്ത്യയിൽ സമാനമായ ഒരു സാംസ്കാരിക ലോകം കണ്ടെത്തിയത് ഇന്ത്യയിലെ ഹിന്ദു ബ്രാഹ്മണിക്കൽ പ്രത്യയശാസ്ത്രത്തിലാണ്. അതായത് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് പൂർണ്ണ വളർച്ച പ്രാപിച്ച ഒരു സാംസ്കാരിക ജീവിത രീതിയാണ് എന്ന് വെള്ളക്കാർ എന്നത് ഇതുപോലെ സാംസ്കാരിക വളർച്ച പ്രാപിച്ച ഹോമോസാപ്പിയൻസ് ആണ് എന്ന് കരുതുന്നത് പോലെ തന്നെ ചിന്തിച്ച ആളുകളാണ് ഇവർ. ഇതിലൊരു തമാശ എന്താണെന്ന് വെച്ചാൽ സവർക്കർ നേരെ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രൂപീകരിക്കാൻ വന്നു. ശ്യാംജിത്ത് മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഇന്ത്യയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്മാരകം ഉണ്ടാക്കുന്നത് നരേന്ദ്രമോദി ഗുജറാത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ നാസ്തിക വിഭാഗവും ഈ മേൽക്കോയ്മ സംസ്കാരത്തെ മൂലധനമാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയും തമ്മിലുള്ള മൗലികമായ ഒരു ആത്മബന്ധം ഉണ്ടാവുന്നില്ല എന്നതാണ്. അല്ല, ലോകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചു ഹോമോസാപ്പിയൻസ് എന്നതിനോടൊപ്പം തന്നെ ഹോമോസാപ്പിയൻസ് എന്ന് പറയുമ്പോൾ മാൻ ദി തിങ്കർ, ചിന്തിക്കുന്ന മനുഷ്യർ. ഹോമോ ആഫ്രിക്കക്കാർ സബ് ഹ്യൂമൻസാണ്, അധമ മനുഷ്യരാണ്, അല്ലെങ്കിൽ ഉപമനുഷ്യരാണ്, അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് സമാനമാണ് എന്നൊരു കാഴ്ചപ്പാട്. ഇത് ഏതെങ്കിലും ഒരു ചിന്തകൻ്റെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ചിന്തകരുടെയോ സൃഷ്ടിയല്ല. ഇത് നമ്മുടെ സാമൂഹ്യ പ്രക്രിയയിലെ നാനാതരത്തിലുള്ള അധികാരങ്ങളുടെ ഒരു നിർമ്മിതിയാണ്. മലയാളിയായുള്ള വളരെ ജനായത്തവാദിയായ എസ്.കെ. പൊറ്റേക്കാട് കാപ്പിരികളുടെ നാട്ടിൽ എഴുതുമ്പോഴും നമ്മൾ കാണുന്നത് കാപ്പിരികളെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാപ്പിരി അദ്ദേഹത്തിൻ്റെ 5 വയസ്സായ മകനെ ഉരലിടിച്ച് കൊന്നു എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ അത് കണ്ടതിന് ഒരു തെളിവുമില്ല, അവിടെ അവസാനിപ്പിക്കാം. എന്നാൽ അത് വസ്തുസ്ഥിതി വിവരണമാണെന്നെങ്കിലും വിചാരിക്കാം. പക്ഷെ അദ്ദേഹം അവിടെ അവസാനിപ്പിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് ഇതാണ് അസൽ കാപ്പിരി സ്വഭാവം. അത് ഏറ്റവും വലിയൊരു ഭീകരമായ പ്രസ്താവനയാണ് എന്ന് അത് എഴുതിയ എസ്.കെക്കോ വായിച്ചവർക്കോ അനുഭവപ്പെടാതിരിക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പലതരത്തിലുള്ള അധികാരങ്ങൾ, വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പദവിയുടെ അടിസ്ഥാനത്തിൽ, സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ രൂപപ്പെട്ടു വന്ന പലതരത്തിലുള്ള അധികാരങ്ങൾ. ഈ അധികാരങ്ങളെല്ലാം കൂടിച്ചേർന്ന് പദവിയും സമ്പത്തും മേൽക്കോയ്മ പ്രത്യയശാസ്ത്രം മികച്ച വർണ്ണം എന്ന് പറയുന്ന വർണ്ണവുമില്ലാത്ത ഒരു ജനതയെ ഏറ്റവും അധമരായിട്ട് അടയാളപ്പെടുത്താൻ കഴിഞ്ഞു. എത്രയോ കാലം അങ്ങനെ അധമരായി അവർക്ക് മേൽ ആധിപത്യം നേടി. ഈ നേടിയ ആധിപത്യത്തെ സാധൂകരിക്കാനാണ്, ലെജിറ്റിമൈസ് ചെയ്യാനാണ് അതിനനുയോജ്യമായുള്ള ആശയങ്ങൾ രൂപപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ചിന്തകളുടെയൊക്കെ ജോലി എന്ന് പറയുന്നത് നിലനിൽക്കുന്ന അധികാരാവസ്ഥയെ ആദർശവൽക്കരിക്കുക. അതിൽ നിങ്ങൾ വിശ്വാസിയായാലും ശരി അവിശ്വാസിയായാലും ശരി മേൽക്കോയ്മ പ്രത്യയശാസ്ത്രത്തെ വ്യത്യസ്ത വഴികളിലൂടെ പിന്തുണയ്ക്കാൻ കഴിഞ്ഞാൽ, അതിന് ശക്തിപ്പെടുത്താൻ കഴിഞ്ഞാൽ അതുവഴി ഒരു ഐക്യദാർഢ്യം ഉണ്ടാകും. ഉദാഹരണമായിട്ട് സവർക്കർ എടുത്താൽ, സവർക്കറെക്കുറിച്ച് പലരും പറയുന്നത് അത്ര സൂക്ഷ്മമാണെന്ന് അറിഞ്ഞുകൂടെ അദ്ദേഹം നിരീശ്വരവാദിയാണെന്ന് പറയുന്നു. ഈശ്വരവാദിയാവുക നിരീശ്വരവാദിയാവുക എന്നതിന് ഇന്ത്യൻ ഫാസിസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാധാന്യവുമില്ല. കാരണം ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ഹിന്ദുവിനെ കുറിച്ചുള്ളൊരു നിർവചനം പശുവിനെ അമ്മയായി കരുതാത്തവർ ഹിന്ദുക്കളല്ല എന്ന നിർവചനം നിലനിന്ന കാലത്താണ് സവർക്കർ അതിനെതിരെ 33 കോടി ദൈവങ്ങളെ പശുവിൻ്റെ വയറ്റിൽ കുത്തി നിറയ്ക്കുന്നത് അപഹാസ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പശുവിനെ
ആരാധിക്കുന്നതിനെ ഏറ്റവും നിശിതമായി ഇന്ത്യയിൽ എതിർത്തത് സവർക്കറാണ്. പക്ഷേ അങ്ങനെ എതിർക്കുമ്പോഴും സവർക്കർ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ പശുവിൻ്റെ മാംസം കഴിക്കുന്നവർ അവരൊക്കെ ബാർബേറിയൻസാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം മതത്തെ തള്ളിക്കളയുമ്പോഴും അദ്ദേഹം ജാതി മേൽക്കോയ്മയെ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു സംവാദം, ഇതൊരു തുടർ സംവാദമാണ്, വളരെയേറെ ഇടപെടലുകൾ ആവശ്യമായ, വളരെ അധികം പേർ ഒന്നിച്ച് ചേർന്ന് തുടർച്ചയായി നടത്തേണ്ട വലിയൊരു സംവാദമാണ്. അതിൽ വളരെ സംക്ഷിപ്തമായിട്ട് ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ നിരന്തരമായി പറഞ്ഞു പോരുന്നൊരു കാര്യം ആവർത്തിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഇന്ത്യൻ ഫാസിസത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മതവിമർശകരാണോ, നിങ്ങൾ ആൾദൈവ ഭക്തരാണോ, ഇതൊന്നും അവരുടെ അജണ്ടയിലെ പ്രധാനപ്പെട്ട പ്രശ്നമല്ല. അവരുടെ അജണ്ടയിലെ പ്രധാന പ്രശ്നം നിങ്ങൾ ജാതി മേൽക്കോയ്മ വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാകുമോ, നിങ്ങളുടെ സ്വതന്ത്ര ചിന്ത, നിങ്ങളുടെ യുക്തിവാദം ജാതി മേൽക്കോയ്മ വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാകുമെങ്കിൽ, അത് കോർപ്പറേറ്റ് മേൽക്കോയ്മയ്ക്ക് വെല്ലുവിളിയാകുമെങ്കിൽ അവർ നിങ്ങളെ വെച്ച് ഉറപ്പിക്കില്ല. അതേസമയം അത് ജാതി മേൽക്കോയ്മയ്ക്ക് വെല്ലുവിളി അല്ലെങ്കിൽ, അത് കോർപ്പറേറ്റ് മൂലധനത്തിന് വെല്ലുവിളി അല്ലെങ്കിൽ, JP നദ്ദ പറഞ്ഞതുപോലെ നവനാസ്തികരെ അത് ചേർത്ത് പിടിക്കും. ഇതാണ് മൗലികമായിട്ട് നമ്മുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം. കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു കാലം മനുഷ്യരായി ജീവിക്കാൻ അനുവദിക്കാത്ത അവസ്ഥയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഭീകരമായൊരു നവഫാസിസ്റ്റ് കാലമാണ്. ഈ നവഫാസിസ്റ്റ് കാലത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവൻ ഊർജവും കെട്ടഴിച്ചു വിടുക എന്ന ഒരു ദൗത്യമാണ് ആശയപരമായ ഇടപെടൽ നിർവഹിക്കേണ്ടത്. അത് നിർവഹിക്കാതെ നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, പൊന്തപ്പുറത്ത് തല്ല, അതും ഇതും പറയുക. അതിനൊക്കെ പ്രസക്തി ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ പ്രസക്തി ഉണ്ടാവണമെങ്കിൽ ദൈവമുണ്ടോ ഇല്ലയോ എന്ന എത്ര വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാവുന്ന ചർച്ച തുടരണമെങ്കിൽ ആളുകൾക്ക് ആവശ്യമായുള്ള ഭക്ഷണവും വസ്ത്രവും ചർച്ച നടത്താനുള്ള സുരക്ഷിതമായ അന്തരീക്ഷവും ഒക്കെ ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ നവഫാസിസത്തിനെതിരായ സമരങ്ങൾ വളരണം. അതുകൊണ്ട് നവഫാസിസത്തിനെതിരായ സമരങ്ങൾക്കൊപ്പമോ അതിന് കീഴ്പ്പെട്ടുകൊണ്ടോ മാത്രം നടത്തേണ്ട ഒന്നാണ് സ്വതന്ത്രമായ എല്ലാ അന്വേഷണങ്ങളും ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ ഈ നവനാസ്തിക പ്രസ്ഥാനങ്ങളെയും അതിൻ്റെ ഇടപെടലുകളെയും ഏത് നിലയിൽ വിലയിരുത്തുന്നു എന്ന അന്വേഷണം തുടരും.